സ്നേഹമുള്ളവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഓരോ ആഴ്ചയിലും ധ്യാനിക്കാനായിട്ട് വരുന്ന അനേകം വ്യക്തികൾ, അവിടെയൊക്കെ കഴിഞ്ഞ നാളുകളിൽ എത്ര ശ്രമിച്ചിട്ടും മാറാത്ത ചില പ്രശ്നങ്ങൾ, എത്ര ഡോക്ടർമാരെ കണ്ടിട്ടും മാറാത്ത ചില ശാരീരികമായ രോഗങ്ങൾ, അതുപോലെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ, വിവാഹം നടക്കുന്നതിനുള്ള തടസ്സം, വസ്തു വിൽക്കുന്നതിനുള്ള തടസ്സം, വീട് പണിയുന്നതിനുള്ള തടസ്സം, ഇങ്ങനെ വ്യത്യസ്തമായ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന വ്യക്തികളുണ്ട്. ഈ തടസ്സങ്ങളുടെ എല്ലാം പിന്നിൽ, ഏത് ശാരീരികമായ രോഗത്തിൻ്റെ പിന്നിലും ആ രോഗിയായിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ പ്രതികാര ചിന്തയോ ഉണ്ടെങ്കിൽ അത് മാറാതെ സൗഖ്യം കിട്ടിയാൽ. അപ്പോൾ ഓരോ ആഴ്ചയിലും ഡിവൈനിൽ ധ്യാനിക്കാനായിട്ട് വരുന്ന വ്യക്തികൾ കാണുന്ന അത്ഭുതകരമായ കാഴ്ച, അതായത് ഏറ്റവും കൂടുതൽ രോഗസൗഖ്യം നടക്കുന്നതായ ദിവസങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച വൈകുന്നേരം ആരാധന സമയം. അതായത് അന്നാണ് നല്ല കുമ്പസാരം നടത്തി ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് രമ്യതയിലേക്ക് വന്ന് നല്ല കുമ്പസാരം നടത്തി കർത്താവ് ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 14-15 തിരുവചനം, നീ എത്ര തെറ്റ് ചെയ്ത വ്യക്തിയായാലും നിന്റെ ആ തെറ്റിനെ ഓർത്ത് അനുതപിച്ച് നീ ഏറ്റുപറയുമ്പോൾ, കുമ്പസാരിക്കുമ്പോൾ, നിന്റെ തെറ്റുകൾ മുഴുവൻ ക്ഷമിച്ച് ഞാൻ നിനക്ക് പാപമോചനം നൽകണമെങ്കിൽ, കർത്താവ് ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട്, പാപമോചനം നൽകണമെങ്കിൽ, നീ ഒരു പുതിയ വ്യക്തിയായി മാറണമെങ്കിൽ, നിന്നെ വേദനിപ്പിച്ച, നീ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിച്ച് ക്ഷമ ചോദിച്ചെങ്കിൽ മാത്രമേ നിന്റെ പാപം മോചിച്ച് കിട്ടുള്ളൂ. നീ ക്ഷമിച്ചാൽ നിന്റെ പാപം ക്ഷമിക്കപ്പെടും. നീ ക്ഷമിച്ചില്ലെങ്കിൽ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടുകയില്ല. ഇപ്പോൾ ഈ ഒരു ബോധ്യം ധ്യാനിക്കാനായിട്ട് വരുന്ന ഓരോ വ്യക്തികൾക്കും വചന ശുശ്രൂഷയിലൂടെ, ആരാധനയിലൂടെ ലഭിക്കുമ്പോൾ, കഴിഞ്ഞ നാളുകളിൽ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും വെച്ച് പുലർത്തിയിരുന്ന ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്നൊക്കെ ചിന്തിക്കുന്നതായ അനേകം വ്യക്തികൾ അതിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കും. അതിന് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് വരെ കരുതിയിരുന്നത് എന്നെ ദ്രോഹിച്ച വ്യക്തിയാണ് കാരണക്കാരി എന്ന, എനിക്കെതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് കാരണക്കാരി എന്ന. അവിടെ മനോഭാവത്തിലൊരു മാറ്റം വരിക. എന്താണ് മനോഭാവത്തിൽ വരുന്ന മാറ്റം? ഞാൻ ഇന്ന് വരെ കരുതിയ ആ വ്യക്തികൾ ആരുമല്ല എനിക്കെതിരെ അങ്ങനെ ചെയ്തത്, പറഞ്ഞത്, പ്രവർത്തിച്ചത്. മറിച്ച് അങ്ങനെ ചെയ്യാനും പറയാനും പ്രവർത്തിക്കാനും ഈശോ അവർക്കൊരു അനുവാദം കൊടുത്തു. ആ അനുവാദം പിതാവായ ദൈവം പുത്രനായ യേശുവിന് കുരിശു മരണം കൊടുത്തതുപോലെ അപമാനത്തിൻ്റെ, നിന്ദനത്തിൻ്റെ, പരിഹാസത്തിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, കുറ്റപ്പെടുത്തലിൻ്റെതായ അവസരം, സാഹചര്യം, ആ സഹനം പുത്രന് പിതാവ് നൽകിയതുപോലെ ആ പുത്രൻ ചെയ്ത കാര്യങ്ങൾ കണ്ട് പഠിക്കുന്ന, അത് വിശ്വസിക്കുന്ന, അത് സ്വീകരിക്കുന്ന ഓരോ മനുഷ്യ വ്യക്തിയും, ഞാനും നിങ്ങളും അതുപോലെ ചെയ്യാനായിട്ട് തയ്യാറാകണം. അങ്ങനെ നീ ചെയ്യാനായിട്ട് തയ്യാറാവുമോ? ഇതാണ് നിനക്ക് ഇന്ന വ്യക്തി നിനക്കെതിരെ പറഞ്ഞ, ചെയ്ത, പ്രവർത്തിച്ച ആ കാര്യം. അത് ഒരു പരിശോധനയായിരുന്നു. നിന്നെ പരിശോധിക്കാൻ ദൈവം അനുവദിച്ച ഒരു പരീക്ഷണമായിരുന്നു. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് വേദനിപ്പിച്ച വ്യക്തികളോടും, നഷ്ടം വരുത്തിയ വ്യക്തികളോടും, പരാജയം തന്ന വ്യക്തികളോടും, അപമാനം തന്ന വ്യക്തികളോടും, പല വിധത്തിൽ ദ്രോഹിച്ച വ്യക്തികളോടൊക്കെ നമുക്ക് ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ച് സ്നേഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളൊക്കെ കരുതുന്നത് എനിക്കെതിരെ പറഞ്ഞ, ചെയ്ത, പ്രവർത്തിച്ച ആ വ്യക്തികളാണ് കാരണക്കാരെന്നാ. മറിച്ച് ആ വ്യക്തികളല്ല, ആ വ്യക്തികളുടെ പിന്നിൽ അതിന് അനുവാദം കൊടുത്ത ദൈവമാണ്, യേശുവാണ് കാരണക്കാരൻ എന്ന് കരുതുമ്പോൾ നമ്മൾ ആ വ്യക്തികളിലേക്ക് നോക്കിയാൽ നമ്മൾ അത് അനുവദിച്ച യേശുവിലേക്ക് നോക്കും. അപ്പം നിൻ്റെ ജീവിതത്തിൽ ആരിലൂടെയെല്ലാമാണോ സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും വരുന്നത്, അത്
ആ പറഞ്ഞ ചെയ്ത വ്യക്തികളിലേക്ക് നോക്കാതെ അങ്ങനെ ചെയ്യാൻ അനുവാദം കൊടുത്ത കർത്താവിലേക്ക് നോക്കിയാൽ നമുക്ക് അവരോടൊക്കെ ക്ഷമിച്ച് അവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് എളുപ്പമാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു ബോധ്യം ധ്യാനിക്കാനായിട്ട് വരുന്ന വ്യക്തികൾക്ക് ഈ വചന ശുശ്രൂഷയിൽ ലഭിക്കുമ്പോഴാണ് അങ്ങനെ ദ്രോഹിച്ച വ്യക്തിയോട് ക്ഷമിക്കാൻ സാധിക്കുന്നത്. ഓരോ ആഴ്ചയിലും ഇതുപോലെ സൗഖ്യം കിട്ടുന്ന വ്യക്തി പറയുന്ന ചില സാക്ഷ്യങ്ങളുണ്ട്. 2 ആഴ്ച മുമ്പ് ഒരു സഹോദരി പറഞ്ഞൊരു സാക്ഷ്യം എങ്ങനെയാണ്, ആ വ്യക്തിക്ക് നാളുകളായിട്ട് സോറിയാസിൻ്റെ അസുഖമായിരുന്നു. ഈ സോറിയാസിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയിട്ട് നല്ല സാമ്പത്തികമായിട്ട് കഴിവുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് പല ഡോക്ടർമാരെടുക്കലും പ്രഗത്ഭരായിട്ടുള്ള ഈ മേഖലയിൽ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഡോക്ടർമാരെ പലരെയും പോയി കണ്ടെങ്കിലും ഓരോ വ്യക്തിയെയും പോയി കാണുമ്പോൾ കുറേ മരുന്നൊക്കെ കൊടുക്കും, അത് കഴിച്ചു നോക്കും, പക്ഷേ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അങ്ങനെ നാളുകളായിട്ടുള്ള ഈ സോറിയാസിൻ്റെ അസുഖം മൂലം കഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആരുടെയോ പ്രേരണയും നിർബന്ധവും മൂലം ഡിവൈൻ ധ്യാനിക്കാനായിട്ട് വന്നത്. അങ്ങനെ ധ്യാനിക്കാനായിട്ട് വന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഒരു ബോധ്യം കിട്ടി, നിൻ്റെ ശരീരത്തിലെ രോഗമല്ല കാരണം, നിൻ്റെ മനസ്സിൽ വെറുപ്പെന്ന സോറിയാസിസ് പിടിച്ചിട്ടുണ്ട്. അതിനെ നീ മാറ്റിയാലേ ശരീരത്തിലെ രോഗത്തിന് കർത്താവിനെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ വ്യക്തിക്കൊരു കാര്യം മനസ്സിലായി. നാളുകളായിട്ട് ഈ സഹോദരിയുടെ അമ്മയുമായി കടുത്ത ഒരു വെറുപ്പിലാണ്. അതായത് ഈ വെറുപ്പ് ഉള്ളിലേ ഉള്ളൂ, പുറമേ അമ്മയുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അമ്മയുടെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ചെറുപ്പകാലത്ത് വളർന്നതായ സന്ദർഭത്തിൽ അവളുടെ ഉള്ളിൽ അമ്മയോട് വെറുപ്പ് തോന്നാനായിട്ടുള്ള കാരണം അവളെക്കാൾ കൂടുതലായിട്ട് അമ്മ സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നത് ചേച്ചിക്കാണ്. അങ്ങനെ ഈ ചേച്ചിയോട് അമ്മ കൂടുതലായിട്ട് പരിഗണന സ്നേഹമൊക്കെ കാണിക്കുന്നു എന്നൊരു തോന്നൽ അവിടെ ഉള്ളിൽ അമ്മയോടുള്ള വെറുപ്പായിട്ട് കിടക്കുന്നു. ഇങ്ങനെ നാളുകളായിട്ടുള്ളിൽ കടന്ന ആ വെറുപ്പ് പിന്നീട് ശരീരത്തിൽ മാറാത്ത വിധത്തിലുള്ള സോറിയാസിൻ്റെ അസുഖമായി മാറി. അങ്ങനെ നാളുകളായിട്ടുള്ള ഈ സോറിയാസിന് പിന്നിലെ കാരണം അമ്മയോട് ഉള്ളിലുള്ള വെറുപ്പാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ആന്തരിക സൗഖ്യ ആരാധനയിലും ധ്യാനത്തിൻ്റെ മറ്റ് വചന ശുശ്രൂഷകളിലുമെല്ലാം ഈ അമ്മയോട് ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ച് അമ്മയെ സ്നേഹിക്കാനായിട്ടുള്ള, അമ്മയോട് മാപ്പ് ചോദിക്കാനായിട്ടുള്ള നല്ലൊരു തീരുമാനമെടുത്തപ്പോൾ ആ സഹോദരിയുടെ സോറിയാസ് അസുഖം പൂർണ്ണമായി വിട്ടുമാറി നല്ല തിളക്കമുള്ള ശരീരമായി. സോറിയാസ് മൂലം പിടിച്ചിരുന്ന അതെല്ലാം അങ്ങോട്ട് അടന്നുപോയി. അവിടെ വളരെ മൃദുലമായ സൗന്ദര്യമുള്ള ശരീരഭാഗമാക്കി കർത്താവ് മാറ്റി. ഇത് ഞാനൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല പറയുന്നത്, മറിച്ച് ഇങ്ങനെ അനേകം ശാരീരികമായിട്ടുള്ള രോഗത്തിന് വെറുപ്പ് ഉള്ളിൽ ഒരു കാരണമായി കടന്ന് ഈ വെറുപ്പ് മാറുമ്പോൾ ശാരീരിക സൗഖ്യം കിട്ടുന്നു. ഇത് ശാരീരികമായ സൗഖ്യത്തിൻ്റെ കാര്യം മാത്രമല്ല, ജീവിതത്തിലെ പല വിധത്തിലുള്ള തടസ്സങ്ങളുടെ എല്ലാം പിന്നിൽ ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത് ഈ തടസ്സങ്ങൾ, ഈ രോഗങ്ങൾ, ഈ പരാജയങ്ങൾ മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ഇഷ്ടക്കുറവോ ഉണ്ടോ എന്ന് പരിശോധിക്കണം. പ്രൈസ് ദി ലോർഡ്.